ആശിച്ചു മോഹിച്ചു വാങ്ങുന്ന സാധനങ്ങളോട് നമുക്കെപ്പോഴും ഒരു മാനസികമായ അടുപ്പമുണ്ടാകും. അത് ചിലപ്പോൾ ചെറിയ സാധനങ്ങളോ വലിയ വസ്തുക്കളോ ഒക്കെയാകും. അതുപോലെ തന്നെയാണ് വാഹനങ്ങളും. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയായിരിക്കും വാഹനങ്ങളെയും നാം ചേർത്തു നിർത്തുക. അതുപോലെ നടി ബീന ആൻ്റണിയുടെയും ഭർത്താവിൻ്റെയും ഹൃദയത്തോട് ചേർന്ന് നിന്ന വീട്ടിലെ ഒരംഗത്തെ പോലെ അവർ കൊണ്ടുനടന്ന വാഹനമാണ് ഈ കാർ. 11 വർഷം മുമ്പാണ് ഇരുവരും ക്രെറ്റ എന്ന ഈ കാർ വാങ്ങിയത്. ഇപ്പോഴിതാ ഈ വാഹനം മറ്റൊരാൾക്ക് കൈമാറുകയാണ്. ഡീലർ വഴി വിൽക്കുവാനാണ് കാർ നൽകിയിരിക്കുന്നത്. വീട്ടുമുറ്റത്തുള്ള കാറിൻ്റെ അവസാന ദൃശ്യങ്ങളും അവസാനമായി ആ കാറിലേക്ക് മനോജ് കയറുന്നതും വേദനയോടെ അതിൽ നിന്നും ഇറങ്ങുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടയ്ക്ക് ആയിരക്കണക്കിന് യാത്രകൾ നടത്തിയിട്ടുണ്ട് ഇതിൽ. അന്നൊന്നും ഇതിൽ സഞ്ചരിച്ച ആർക്കും ഒരു ചെറുവിരലിന് പോലും പോറലേൽപ്പിക്കാത്ത ഈ വാഹനത്തോട് വാക്കുകൾ ഇടറിയാണ് മനോജ് യാത്ര ചൊല്ലുന്നത്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ മനോജ് കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ന് 29/6/2026 തിങ്കളാഴ്ച. എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലുണ്ടാക്കിയ നിമിഷം. കഴിഞ്ഞ 11 വർഷമായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തു സംരക്ഷിച്ച ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗം ക്രെറ്റക്കുട്ടൻ ഇന്ന് ഞങ്ങളെ വിട്ട് പോകുന്നു. അവനോടുള്ള എൻ്റെ വികാരവായ്പ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം, ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം. ആത്മബന്ധം, അതിൻ്റെ ആഴം വലുതാണ് എന്നാണ് മനോജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. കളമശ്ശേരിയിലെ ഒരു ഡീലർ വഴിയാണ് വാഹനം വിൽക്കുവാനായി കൈമാറിയിരിക്കുന്നത്. അവസാന നിമിഷം കാറിൽ കയറി സ്റ്റിയറിംഗിൽ ഒരു ഉമ്മ കൊടുക്കവേ വിങ്ങിപ്പൊട്ടി പോവുകയായിരുന്നു മനോജ്. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും, പക്ഷേ സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ഓഫ് ചെയ്യുകയായിരുന്നു മനോജ്. മനോജിന് ആ വാഹനത്തോടുള്ള സ്നേഹവും ആത്മബന്ധവുമെല്ലാം ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നതാണ്. പിന്നാലെ ബീന ആൻ്റണി വണ്ടിയുടെ ബുക്കും പേപ്പറും കൈമാറുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കിയതുപോലെ തന്നെ നോക്കിയേക്കണേ എന്ന് പറയാനും ബീന ആൻ്റണി വീഡിയോയിൽ പറയുന്നുണ്ട്. സന്തോഷത്തോടെയാണ് ബീനയും മനോജും വാഹനം ഡീലറിന് കൈമാറിയിരിക്കുന്നത്. അതേസമയം പുതിയൊരു വാഹനം വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് മനോജ്. 4 വർഷം കൂടി കഴിഞ്ഞാൽ ക്രെറ്റ വാഹനം പുതുക്കണം എന്നതും പുതിയൊരു EV വാഹനം അത്യാവശ്യമായി വന്ന സാഹചര്യവുമാണ് മനോജിനെ വണ്ടി വിൽക്കുന്നതിലേക്ക് എത്തിച്ചത്. അതേസമയം മനോജും ബീനയും ഇനി ഏതു വണ്ടിയാണ് വാങ്ങുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ഉള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.